നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ന്യൂ ഇയറിന് മുന്നേ ഇടാൻ പ്ലാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോഴത്തെ തിരക്ക് കാരണം ഇടാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു മിനി നോട്ട്ബുക്ക്. അത് ആക്ച്വലി ഒരു റിമൈൻഡർ ബുക്കായിട്ടാണ് അന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കണ്ടത്, ബുള്ളറ്റ് ജേർണലിങ്ങിനെ കുറിച്ച്. അപ്പോൾ ബുള്ളറ്റ് ജേർണലിംഗ് എന്താണെന്നറിയില്ല, അതിനേക്കാളുപരി ജേർണലിംഗ് എന്താണെന്ന് എനിക്കറിയില്ല. ഒരു 3-4 വർഷമായിട്ടേ ഉള്ളൂ ഞാൻ ഈ ജേർണലിങ്ങിനെ കുറിച്ച് കേട്ടിട്ട്. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, എന്നാലും ഇതെന്തിനാണ് ചെയ്യുന്നത്, എന്തിനാ ഇങ്ങനെ കുറേ പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നത് എന്നുള്ള ഐഡിയ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ബുള്ളറ്റ് ജേർണലിങ്ങിനെ കുറിച്ച് കേട്ടപ്പം അതെന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് ഞാൻ കുറേ യൂട്യൂബിൽ വീഡിയോ കണ്ടു. അപ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടി, എന്താണ് സംഭവം, അതെങ്ങനെ നമുക്ക് യൂസ്ഫുള്ളാവും എന്നൊക്കെ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഉണ്ടാക്കിയ ഈ നോട്ട്ബുക്ക് ബുള്ളറ്റ് ജേർണലായിട്ടൊന്ന് കൺവേർട്ട് ചെയ്യാമെന്ന്. അതിന് വേറെ പണിയൊന്നുമില്ല. ആദ്യം നമ്മൾ ബുക്ക് ഉണ്ടാക്കി നോർമൽ ഉണ്ടാക്കുന്ന പോലെ ഒരു നോട്ട്ബുക്ക് തന്നെയാണ്. ഞാൻ അപ്പോൾ വേറെ ബുക്കൊന്നും എടുക്കാത്തതിന് റീസൺ ഇതെന്താണെന്ന് എനിക്കറിയില്ല ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് ഒരു ബുക്കൊക്കെ മേടിച്ച് പൈസ കളയണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ മിനി നോട്ട്ബുക്കിനെ തന്നെയാണ് ജേർണലായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അതാകുമ്പോൾ ഒരു പിടിക്ക് 2 പക്ഷി. ഒരു മിനി ആയിട്ടുള്ള ഒരു കുഞ്ഞു സാധനം, കാരണം എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് മതി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ചെയ്തത്. ഒരുപാട് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ, അതായത് എനിക്ക് പേഴ്സണലി വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ ജേർണൽ സക്സസ് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ബുള്ളറ്റ് ജേർണൽ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ബുക്കൊന്ന് മേക്ക് ഓവർ ചെയ്ത് എടുക്കുകയാണ്, കാരണം അത് പ്ലെയിൻ ആയിരുന്നു, ഭയങ്കര പ്ലെയിൻ ആയതുകൊണ്ട് കളറൊക്കെ ഒന്ന് മാറ്റിയിട്ട് 2025 എന്നൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു കവർ പേജ് തന്നെ ആദ്യം ഒന്ന് മാറ്റി ഡിസൈനാക്കി കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഗ്രീൻ കളർ തീം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്താവും എന്നെനിക്കറിയില്ല. അതുമല്ല, ഇത് ഇയറിൻ്റെ എൻഡ് വരെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. കാരണം ഞാൻ ഒരു കാര്യവും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ഇത് ഡെയിലി ചെയ്യുമോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല. പക്ഷേ ഡെയിലി ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും, കാരണം നമ്മളെ തന്നെ ഒന്ന് ലെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ ഒന്നുകൂടെ നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് ആയി ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്ത് ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ എനിക്ക് തോന്നി. ആദ്യത്തെ പേജിൽ ഞാൻ ജസ്റ്റ് എൻ്റെ പേര് മാത്രമേ എഴുതുന്നുള്ളൂ, പിന്നെ 2025 എന്ന് എഴുതി. അത് കഴിഞ്ഞ് വരുന്ന പേജിൽ ഞാൻ ഇയറിലേക്ക് വേണ്ടിയിട്ട് ഒരു വേർഡ് സെലക്ട് ചെയ്തു. ഞാൻ ക്രിയേറ്റീവ് എന്നൊരു വേർഡാണ് സെലക്ട് ചെയ്തത്, കാരണം നമ്മൾ ഈ ആർട്ട് ക്രാഫ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്രിയേറ്റീവ് എന്നൊരു വേർഡ് എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ അറ്റാച്ച്ഡ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ആ ഒരു വാക്കാണ് എഴുതി കൊടുത്തത്. പിന്നെ അതിൻ്റെ ഒരു വേർഡ് മീനിങ്ങും അതൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ എഴുതിയാൽ മതി, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് പേജിൽ കണ്ടൻറ്റാണ് എഴുതിയത്. അത് കഴിഞ്ഞ് വരുന്ന പേജിൽ മന്താണ് എഴുതിയത്. അതിന് പകരം നമുക്കവിടെ കലണ്ടർ ആഡ് ചെയ്യാം. നമ്മളതൊരു മിനി നോട്ട്ബുക്ക് ആയതുകൊണ്ട് തന്നെ കലണ്ടറൊക്കെ എഴുതി വരുമ്പോഴത്തേക്ക് കുറേ പേജസ് പോവും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ആ മന്തുകളുടെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തത്. അതൊരു ബോക്സിലാക്കി വെച്ചു. അത് നിങ്ങളെ ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ വളരെ ഒന്നും ചെയ്തില്ല, കാരണം അവസാന നിമിഷം തട്ടിക്കൂട്ടിയ ഒരു പരിപാടി ആയതുകൊണ്ട് വളരെ മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്ന പേജിൽ ഫ്യൂച്ചർ ലോഗാണ് എഴുതി കൊടുത്തത്. അതിനകത്തും ചെറിയ ചെറിയ ബോക്സ് വരച്ചിട്ട് ഓരോ മന്തായിട്ട് എഴുതി കൊടുത്തു. അങ്ങനെ നമ്മുടെ 12 മാസവും ഓരോ പേജിലായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു മന്ത് വൈസ് നമുക്കൊരു ഗോള് സെറ്റ് ചെയ്ത് അങ്ങനെ പോകാൻ കണക്കിന് അതാണ് നെക്സ്റ്റ് പേജിൽ എഴുതി കൊടുത്തത്. അതും ഇങ്ങനെ ഒരു പേജിൽ 3 വെച്ചിട്ട് എഴുതി. അങ്ങനെ 12 മാസവും എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെയ്തത് ഒരു സേവിങ്സ് ട്രാക്കർ, പിന്നെ ചെയ്തത് ഒരു റീഡിങ് ട്രാക്കർ. ഇതൊക്കെ എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കൊണ്ടുവന്ന കുറേ പരിപാടികളാണ്. അത് കഴിഞ്ഞിട്ട് ചെയ്തത് വീഡിയോ ഐഡിയാസ്, നമ്മൾ യൂട്യൂബിലിടുന്ന വീഡിയോസിൻ്റെ ഒരു ഐഡിയ ചെയ്യാം. അതായത് ഓരോ മാസം നമുക്ക് കിട്ടുന്ന ഐഡിയാസ് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഇതൊക്കെ വർക്കാവുമെന്നൊന്നും എനിക്കറിയില്ല, എല്ലാവരും ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം ഇത് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം സിനിമയൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ടൊരു വാച്ച് ലോഗും കൂടി എഴുതി വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ കാണുന്ന സിനിമയും അതിൻ്റെ ഒരു റേറ്റിംഗും ഒക്കെ നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുമല്ലോ.
പിന്നെ എഴുതുന്നത് 2025 ഇൻസ് ആൻഡ് ഔട്ടാണ്. അതായത് നമ്മുടെ ഈ 25 എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കണം, എന്തൊക്കെ ലൈഫിൽ നിന്ന് കളയണം എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാൻ പറ്റുന്ന ഒന്ന്. നെക്സ്റ്റ് എഴുതിയത് എക്സ്പെൻസ് ട്രാക്കറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് എഴുതി കൊടുത്തത് റിമെമ്പറാണ്. കാരണം നമ്മൾ ആദ്യം ഇത് റിമെമ്പർ ബുക്കായിട്ട് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. സോ അതിന് വേണ്ടി ഞാനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് വരുന്നത്. ഞാൻ കുറച്ച് ഗ്രീൻ സ്റ്റിക്കേഴ്സും അങ്ങനെയൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് കളർഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ ആ തീമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.